ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂറുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ പ്രസിദ്ധമായ മഹാസ്വയംവരം എന്ന കവിത ഇവിടെ പാടി സമർപ്പിക്കുന്നു. പ്രദക്ഷിണവിധാനത്താൽ പദത്തിൽ മണിനൂപുരം, പൊന്നരഞ്ഞാൾ നിതംബത്തിൽ വൈകുണ്ഠപരിരബ്ധിയാൽ, തീവ്രവൈരാഗ്യയോഗത്താൽ പീതകൗശേയകാംബരം, വിശ്ലേഷപാരവശ്യത്താൽ ശ്ലഥമായ കൃശോദരം, ഈശ്വരപ്രണിധാനത്താൽ മാറത്തു ഹരിചന്ദനം, പുളയ്ക്കും കുചകുംഭത്തിൽ പുളകം കൊണ്ടു കഞ്ചുകം, മൂലമന്ത്രാക്ഷരം കൊണ്ടു വിരലിന്നങ്കുലീയകം, കങ്കണങ്ങൾ കരാഗ്രത്തിൽ ഭഗവൽ പരിചര്യയായി, ഔത്കണ്ഠ്യഗദ്ഗദം കൊണ്ടു കണ്ഠത്തിൽ സ്വച്ഛമൗക്തികം, നിത്യനൂതന ഭാവത്താൽ ഗണ്ഡദേശത്തു കുങ്കുമം, കഥാശ്രവണ കർമ്മത്താൽ കർണത്തിൽ സ്വർണകുണ്ടലം, ചുംബിക്കും ദേവനിർമാല്യ കുസുമത്താൽ ശുചിസ്മിതം, മുക്കുറ്റിക്കല്ലു ചുണ്ടത്തു തങ്ങിയിടും ബാഷ്പബിന്ദുവാൽ, കണ്ണന്റെ നീലഗാത്രത്താൽ കണ്ണിലഞ്ജനലേപനം, നിത്യാനിത്യ വിവേകത്താൽ ശീതസാകൂത വീക്ഷണം, ചാന്തിൻ പൊട്ടു നമസ്കാരമുഴയാൽ തിരുനെറ്റിയിൽ, സീമന്തരേഖമുടിയിൽ ശ്രീകൃഷ്ണനഖരശ്മിയാൽ, പ്രത്യക്ഷുസ്സു കൊണ്ടേറെ ദീപ്രമായൊരു ദർപ്പണം, നാമസങ്കീർത്തനം കൊണ്ടു കളകോകില ഭാഷിതം, പാപകർമാഭിഘാതത്താൽ സ്വൈരകന്തുകഖേലനം, ആടുവാൽ പൊന്നുഴിഞ്ഞാല ഗോവിന്ദ ഭുജവല്ലിയാൽ, തദീയമാം മനോരാജ്യം കൊണ്ടു താമ്പൂലചർവണം, പൂർണ്ണാനന്ദലയം കൊണ്ടു വീണാതന്ത്രീവിതോദനം, സർവാദിസുഗമത്വത്താൽ അന്നത്തിൻ മന്ദമാം ഗതി, അപക്വജ്ഞാനിയോടുള്ള വൈമുഖ്യത്താൽ ത്രപാഭരം,
വേദഗുഹ്യതയാലേറ്റം ഭദ്രമാമവഗുണ്ഠനം. ആപാദമധുരത്വത്താൽ സ്തുത്യമാം ശീലവൈഭവം. അഞ്ചാം പുമർത്ഥശബ്ദത്താൽ ഓമനപ്പേർ മനോജ്ഞമായി. പുഷ്ടിമാർഗാധിരോഹത്താൽ ഭുല്ലതാരുണ്യ സൗഭഗം. പാഷണ്ഡാനഭിഗമ്യത്വം കൊണ്ടു ചാരിത്ര സൗരഭം. കാക്കൽ നോക്കി നടക്കുന്ന ശീലമേകാഗ്രനിഷ്ഠയാൽ ആത്മവിദ്യോപദേശത്താൽ നിലത്തങ്കുഷ്ഠലേഖനം. രഹസ്യപ്രേമ സന്ദേശ പ്രേഷണം മൗനമുദ്രയാൽ. സങ്കേതസ്ഥല സംപ്രാപ്തി പുണ്യതീർത്ഥനിഷേവയാൽ. നിർമ്മലശ്വേതതീർത്ഥത്താൽ മംഗളസ്നാന സൽക്രിയ. ഭക്തിസിദ്ധികളാൽ ചുറ്റും മാനമേറുമകമ്പടി. ആചാര്യശ്രീപദദ്വന്ദ്വം ക്രിയ കാട്ടും പുരോഹിതൻ. അത്യുച്ചമാം ജയാഘോഷം സർവബ്രഹ്മാണ്ഡ തൃപ്തിയാൽ. എരിയും പൊന്നുതാലങ്ങൾ വിദ്യാവിലസിതങ്ങളാൽ. ആചാരലാജ സംവൃഷ്ടിയവാന്തരഫലങ്ങളാൽ. അഷ്ടമംഗല്യ സംഭാരമഷ്ടൈശ്വര്യ സമഷ്ടിയാൽ. ഭദ്രദീപപ്രഭാപൂരമപരോക്ഷാനുഭൂതിയാൽ. പുരോഹിതൻ നടത്തേണ്ടും സംസ്കാരം ഗുരുശിക്ഷയാൽ. ദൈവാനുകൂല്യയോഗത്താൽ സ്വയംവരണമാലിക. ശുൽക്കമക്ഷയ്യ സുഹൃത വിപാകപരിപുഷ്ടിയാൽ. വിവാഹ കൗതുകം കൃഷ്ണപാണിപീഡനരേഖയാൽ. കൃഷ്ണന്റെ രക്ഷാരശന കൊണ്ടു മംഗല്യസൂത്രകം. ശുദ്ധമാകിയ ശുദ്ധാന്തം ശ്രീമദ് ഭാഗവതത്തിനാൽ. പുരുഷാർത്ഥ ചതുഷ്കത്താൽ ദ്വാരപാല ചതുഷ്ടയം. രഹക്കേളി ഗൃഹാരോഹം വിവിക്ത സ്ഥലസേവയാൽ. നിവൃത്തി നിരതത്വത്താൽ മഹാർഹേശയനീയകം. അന്തരീയാംശുകഭ്രംശം മൂലാജ്ഞാന നിവൃത്തിയാൽ. ഈ മട്ടിൽ വേഷഭൂഷാദി സാമഗ്രി പരിപൂർണമായി വിശ്വമോഹിനിയായി മിന്നി കൃഷ്ണഭക്തിവധൂട്ടിയാൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്പാടിത്തെരുവിൽ പിറന്ന രമണീ മാണിക്യമാം രാധതൻ. ചെമ്പട്ടാൽ കനകക്കുടങ്ങൾ മറയും മാറിൽ കിടന്നങ്ങനെ. പൈമ്പാലം വിളി ചിന്തിടുന്നൊരിരവിൽ കൺപോള ചിമ്പുന്നൊരത്തുമ്പില്ലാത്തതു കാട്ടിടും. മറമൊഴിക്കാമ്പിൻ പദം കുമ്പിടാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 987 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദ്വാദശ സ്കന്ധസാരമായിരിക്കുന്ന ദ്വാദശ സ്കന്ധത്തിലെ ദ്വാദശോധ്യായം, ആ 12ാമത്തെ അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന രംഗങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 64ാമത്തെ ശ്ലോകം വരെ ഇന്നലെ അനുസ്മരിച്ചു. ഇന്ന് 65ാമത്തെ ശ്ലോകം മുതൽ ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ഭാഗവത കഥാശ്രവണം, അതിനെ പാടല്, അതിനെ അനുമോദിക്കല്
ഇതൊക്കെ എത്ര കണ്ട് ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഫലങ്ങൾ ഉണ്ടാവുക എന്ന് പറയുകയാണ്. ഈ പുരാണ സംഹിത ഭക്തിപൂർവം അധ്യയനം ചെയ്താൽ, അങ്ങനെ ചെയ്യുന്നവൻ, ആ ബ്രാഹ്മണൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന പരമപദം, ആ വൈകുണ്ഠപദപ്രാപ്തി, പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തിച്ചേരും. വിപ്രോധീത്യാപ്നുയാൽ പ്രജ്ഞാം രാജന്യോദധിമേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്ര ശുദ്ധേതപാതകാൽ. ഓരോ വർണ്ണത്തിനും ഇതുകൊണ്ട് എന്തൊക്കെ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞു. വിപ്രഹ അധീത്യ പ്രജ്ഞാം ആപ്നുയാൽ, ബ്രാഹ്മണൻ ഇത് അധ്യയനം ചെയ്ത് പ്രജ്ഞയെ പ്രാപിക്കും. അതേപോലെ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കുന്ന ബ്രാഹ്മണൻ, രാജന്യ ക്ഷത്രിയനോ ഉദധിമേഖലാം ആപ്നുയാൽ, ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെ, ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ട് തീരും. വൈശ്യ, വൈശ്യൻ നിധിപതിത്വം, ആ നിധിപതി എന്ന ഭാവം, ധാരാളം ധനമുണ്ടാവും. ശൂദ്ര ശുദ്ധേതപാതക, ശൂദ്രനോ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന് പറയുന്നു. അപ്പം അധികാരി ഭേദം, അതിനനുസരിച്ച് ഫലഭേദം ഉണ്ടെന്ന് പറയുകയാണ്. വേദാധ്യയനം ചെയ്യുന്ന നിഷ്ഠനായ ഒരു ബ്രാഹ്മണോത്തമന് ഭാഗവത പാരായണ ശ്രവണ താൽപ്പര്യം കൊണ്ട് അദ്ദേഹത്തിന് പ്രജ്ഞയുണ്ടാവണു, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കണു. നീതിമാനായ ക്ഷത്രിയനോ അദ്ദേഹം ഭഗവത് തൽപരനായി കഴിഞ്ഞാൽ, ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ അഖണ്ഡഭൂമിക്കും അധിപനായി, ചക്രവർത്തിയായി തീരുന്നു. അതേപോലെ സ്വധർമ്മനിഷ്ഠനായിരിക്കുന്ന വൈശ്യൻ നിധിപതിയായി തീരും. ശൂദ്രൻ പാപങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും. കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതിരത്ര നഗീയതേ ഹ്യഭീക്ഷ്ണം ഇഹതു പുനർഭഗവാൻ അശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ. കലിമല സംഹതി കാലനഹ, കലിദോഷ സമൂഹത്തെ നശിപ്പിക്കുന്ന, അതിനും ആ അന്തകനായിരിക്കുന്ന അഖിലേശ ഹരി, സർവേശ്വരനായ ശ്രീഹരി, ഇതരത്ര മറ്റു ശാസ്ത്രത്തിൽ അഭീക്ഷ്ണം നഗീയത, എപ്പോഴും കീർത്തിക്കപ്പെടുന്നില്ല, പറയുന്നുണ്ടെങ്കിലും ഇതിലങ്ങനെയല്ല. ഇതിലോ പറയാണ് നഗീയതേഹി, കീർത്തിക്കപ്പെടുന്നില്ല നിശ്ചയം. ഇഹതു പുന, ഇതിലോ കഥാപ്രസംഗൈ, കഥാപ്രസംഗങ്ങൾ കൊണ്ട് അനുപദം അശേഷമൂർത്തി ഭഗവാൻ പരിപഠിത, പദം തോറും ഭഗവാൻ, അഖിലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അശേഷമൂർത്തി വിശേഷമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭാഗവത ശാസ്ത്രം മറ്റ് ശാസ്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കലിയുഗത്തിൻ്റെ മാലിന്യങ്ങളെ തീർക്കാൻ, അതിനുള്ള ആ ഏറ്റവും വലിയ പരിഹാരമാണ് ഭഗവാൻ. അപ്പം ജനങ്ങൾക്ക് കലിയുഗത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ തീരാൻ ഭഗവാനാണ് സാധിക്കുള്ളൂ, അതിനെ നശിപ്പിക്കാൻ. അതിന് സമർത്ഥനാണ് ഭഗവാൻ. ആ ശ്രീഹരിയെക്കുറിച്ച് മറ്റ് ശാസ്ത്രങ്ങൾ ഇത്രയധികം കീർത്തിക്കുന്നില്ല. അവർ കീർത്തിക്കുന്നില്ല എന്നല്ല, ഇത്രയധികം കീർത്തിക്കുന്നില്ല. ഇവിടെയോ, ഇവിടെ ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ ഓരോ കഥകളും ഓരോ ലീലകളും പദം തോറും വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാന്റെ മഹിമ സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെയാണ് മഹാഭാഗവതം എന്ന ആ മഹത്വം അതിന് വന്നത് എന്ന് കാണിക്കുന്നു. തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം ദ്യുപതിഭിരജശക്രശങ്കരാദ്യൈർ ദുരവസിതസ്തവം അച്യുതം നതോസ്മി. ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം, ജഗത്തിൻ്റെ ഉദയം, സ്ഥിതി, സംയമം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിൽ ആത്മശക്തിയോടുകൂടിയിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ അജനായിരിക്കുന്ന, അജം ആ ജന്മരഹിതനും, അനന്തം അപരിച്ഛിന്നനും,
അജശക്ര ശങ്കരാദ്യൈ ദ്യുപതിഭി ദുരവസിതസ്തവം. അജൻ ബ്രഹ്മാവ്, ശക്രൻ ദേവേന്ദ്രൻ, അതേപോലെ ശങ്കരൻ ശ്രീശിവൻ തുടങ്ങിയ ദേവാധിപന്മാരാൽ ദ്യുപതിഭി ദുരവസിതസ്തവം അറിയപ്പെടാതിരിക്കുന്ന സ്തോത്രത്തോടു കൂടിയവനും ആത്മതത്വമായിരിക്കുന്നവനുമായ തം അച്യുതം അഹം നത അസ്മി. ആ അച്യുതനെ, ആ ച്യുതിയില്ലാത്തവനെ, ആ നാശമില്ലാത്തവനെ ഞാൻ നമസ്കരിക്കുന്നു. ഭാഗവത ശാസ്ത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ സൂതൻ ശൗനകാദികളോടുകൂടി. അപ്പോ രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം അത് ചേർന്ന മായാശക്തി, അത് ഭഗവാന്റെയാണ് മായ. ആ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കണു. രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കണു, സത്വഗുണം കൊണ്ട് സംരക്ഷിക്കണു, തമോ ഗുണം കൊണ്ട് സംഹരിക്കണു. അങ്ങനെയുള്ള സർവേശ്വരനായ ഭഗവാൻ അജനാണ്, ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ്, ദേശകാല വസ്തു സംബന്ധമായ പരിച്ഛേദമില്ലാതെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അനന്തനാണ്. ബ്രഹ്മ രുദ്ര ശക്രാദികൾ സ്തുതിക്കുന്ന, അവർക്ക് പോലും അറിയാൻ സാധിക്കാത്ത മഹാമഹിമയോടുകൂടിയവനാണ് ഈ ഭഗവാൻ. അങ്ങനെ എല്ലായിടത്തും ആത്മസ്വരൂപേണ മിന്നിത്തിളങ്ങുന്ന, ജ്ഞാനസ്വരൂപേണ മിന്നിത്തിളങ്ങുന്ന ആ ചൈതന്യത്തെ, ആ അച്യുതനെ ഞാൻ നമസ്കരിക്കുന്നു. സൂതം പറയുന്നു, ഉപചിത നവശക്തിഭി സ്വാത്മന്യുപരചതി സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സുരഋഷഭായ നമഃ സനാതനായ. ഉപചിത നവശക്തിഭി, അഭിവൃദ്ധിയെ പ്രാപിക്കുന്ന 9 ശക്തികൾ, നവശക്തിഭി. സ്വേ ആത്മനി, തൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉപരചിത സ്ഥിരജംഗമാലയായ, നിർമ്മിക്കപ്പെട്ട സ്ഥിരങ്ങളും ചരങ്ങളും ആലയങ്ങളോടും കൂടിയവനും, ഉപലബ്ധിമാത്രധാംനെ, ജ്ഞാനം മാത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും, സനാതനായ, എന്നെന്നും നിലനിൽക്കുന്നവനുമായ ഭഗവത്തെ സുരഋഷഭായ, ഭഗവാനായി ദേവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന, ദേവാധിപനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. നമ. ഇപ്പൊ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, ഇതാണ് 9 ശക്തികൾ. അതുകൊണ്ട് താനാകുന്ന അധിഷ്ഠാനത്തിൽ ചരാചരങ്ങളെയും അതിന് നിവസിക്കാനുള്ള ആലയങ്ങളെയും നിർമ്മിച്ച അനുഭവ ജ്ഞാനം മാത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയ, ഏതുകാലത്തും നാശമില്ലാതെ ഇരിക്കുന്ന, ആ സനാതന മൂർത്തിയായിരിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന ആ ദേവന് അടിയന്റെ നമസ്കാരം. സ്വസുഖനിഭൃതചേതാസ്തുദ്വ്യുതുസ്താന്യഭാവോപ്യജിതരുചിരലീലാ കൃഷ്ണസാരസ്തദീയം വ്യതനുത കൃപയാ യസ്തത്വദീപം പുരാണം തമഖിലവൃതിനഘ്നം വ്യാസസൂനും നതോസ്മി. തമഖിലവൃതിനഘ്നം വ്യാസസൂനും നതോസ്മി. സ്വസുഖനിഭൃതചേത, തൻ്റെ ആ സ്വാനന്ദത്താൽ പൂർണ്ണമായ ചേതസ്സോടു കൂടിയവൻ. തദ്യുതാസ്ത അന്യഭാവ അപി, അതിനാൽ നിരസിക്കപ്പെട്ട അന്യവിചാരത്തോടു കൂടിയവനുമായിരിക്കുന്ന അജിത രുചിരലീലാകൃഷ്ണസാര, ആരാലും ജയിക്കപ്പെടാത്തവന്റെ മനോഹരമായ ലീലകളാൽ ആകർഷിക്കപ്പെട്ട ധൈര്യത്തോടു കൂടിയവനായിട്ട് യാ, ഏതൊരുവനാണോ കൃപയാ അഖിലവൃതിനഘ്നം തത്വദീപം തദീയം പുരാണം വ്യതനുത, അഖിലരുടെയും ദുഃഖത്തെ, വൃജിനഘ്നം ദുഃഖത്തെ നശിപ്പിക്കുന്ന പരമാർത്ഥമായ ആ പ്രകാശം, അല്ലെങ്കിൽ പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന തദീയം പുരാണം, ഈ ഭാഗവത പുരാണത്തെ വ്യതനുത നിർമ്മിച്ചുവോ, തം വ്യാസസൂനും, ആ വ്യാസസൂനുവിനെ ഞാനിതാ നത അസ്മി, നതോസ്മി, ഞാൻ നമസ്കരിക്കും. ഇപ്പൊ തൻ്റെ ഗുരുവിനെ നമസ്കരിക്കുകയാണ്, ശ്രീശുകാചാര്യരെ നമസ്കരിക്കുന്നു. ആത്മാനന്ദം കൊണ്ട് നിറഞ്ഞ മനസ്സ്, അതുകൊണ്ട് തന്നെ ആത്മാനന്ദം മാത്രമേ അവിടെയുള്ളൂ. മറ്റ് ഒരു വിചാരങ്ങളും ഒരു വികാരങ്ങളും അവിടേക്ക് കടന്നു വരുന്നില്ല.
അപ്പൊ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നില്ല. ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന ആ സർവേശ്വരന്റെ അതിമനോഹരമായ ലീലകൾ ആത്മാനന്ദ നിമഗ്നമായിരിക്കുന്ന ആ മനസ്സിനെയും, ശ്രീശുക ബ്രഹ്മർഷിക്ക് ഒന്നിനോടും താല്പര്യമില്ല, പക്ഷേ ഭഗവാന്റെ അനിതര സാധാരണമായിരിക്കുന്ന ലീലകൾ അത് അജിതരുചിര ലീലാകൃഷ്ണസാരഹ, അതിൽ ആകൃഷ്ടനായി. അങ്ങനെ ലോകങ്ങളെ അനുഗ്രഹിക്കണം എന്ന് തോന്നി. വ്യതനുത കൃപയ, ആ കാരുണ്യം കൊണ്ട് യാതൊരുവൻ സകല ജനങ്ങളെയും സകല ദുഃഖങ്ങളിൽ നിന്ന് നശിപ്പിക്കുന്ന ആരുടെ പരമാർത്ഥ സ്വരൂപമായ പരമാത്മാഭാവത്തെ അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുന്നുവോ അങ്ങനെയുള്ള ആ ഭാഗവത പുരാണത്തെ നിർമ്മിച്ച തം വ്യാസസൂനും, ആ വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയെ ഞാനിതാ, ശ്രീശുകാചാര്യനെ ബാദരായണിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദ്വാദശ സ്കന്ധത്തിലെ ദ്വാദശോധ്യായം, ദ്വാദശസ്കന്ധസാരം അല്ലേ, ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ അനുക്രമനിരൂപണം നാമ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ, അങ്ങനെയും പറയാറുണ്ട് ദ്വാദശോധ്യായ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദിവ്യമായ ലീലകൾ പാടുന്ന ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായവും സമർപ്പിച്ചു. മനനാധ്യായം പൂർത്തിയായി. ഇനി എന്താ വേണ്ടത്? ഇനി മംഗളാധ്യായം. ആ മംഗളാധ്യായത്തിലേക്കാണ് നമ്മൾ നാളെ കടക്കുന്നത്. ഇന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വൈശാഖത്തിൻ്റെ പുണ്യം നിറഞ്ഞ മാധവമാസം ആരംഭിക്കുന്ന ദിവസം തന്നെ നമുക്കത് ഈ 12ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. നാളെ 13ാമത്തെ അധ്യായം മംഗളാധ്യായം, അത് പാരായണം ചെയ്ത് അതിനെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.